ചില സിനിമകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് അപ്രതീക്ഷിതമായി മരണപ്പെട്ട ചില താരങ്ങളുണ്ട്. അവരെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടി വീണ്ടും സിനിമയിൽ ജീവിപ്പിച്ച് അഭിനയിപ്പിച്ച് സിനിമ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സിനിമയും താരങ്ങളും ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതിനു മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിലൊന്നാമത്തേത് വിഷ്ണുവർദ്ധനാണ്. കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാറും അടിമച്ചങ്ങല, കൗരവർ തുടങ്ങിയ മലയാള സിനിമയിലും അഭിനയിച്ച നടനാണ് വിഷ്ണുവർദ്ധൻ. 1992 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ കൗരവറിൽ ഇദ്ദേഹം അവതരിപ്പിച്ച ഹരിദാസ് IPS എന്ന കഥാപാത്രത്തിലൂടെ ഒരുപാട് ആരാധകരെ കേരളത്തിൽ നിന്ന് നേടാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ രാജമാണിക്യം എന്ന സിനിമയുടെ കന്നഡ റീമേക്കിൽ ഇദ്ദേഹമായിരുന്നു നായകൻ. അത്രയേറെ ആരാധകർ കന്നഡയിലുള്ള താരമാണ് വിഷ്ണുവർദ്ധൻ. എന്നാൽ ഇദ്ദേഹം 2009 മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 59 വയസ്സായിരുന്നു. തലച്ചോറിലുണ്ടായ സ്ട്രോക്ക് ആയിരുന്നു മരണകാരണം. എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണശേഷവും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹത്തെ സിനിമയിലൂടെ വീണ്ടും പുനർജീവിപ്പിച്ചിരുന്നു. 2016 പുറത്തിറങ്ങിയ നഗരഹാവ് എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു. 2009 മരണപ്പെട്ട ഇദ്ദേഹത്തെ 2016 പൂർണ്ണമായും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടിയായിരുന്നു റീക്രിയേറ്റ് ചെയ്ത് ഈ സിനിമയിൽ കാണിച്ചിരുന്നത്. ശബ്ദത്തിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന മിമിക്രിക്കാരെയും ഉപയോഗിച്ചു. അതുമാത്രമല്ല 2018 പുറത്തിറങ്ങിയ രാജസിംഹ എന്ന സിനിമയിലും ഒരു രംഗത്തിന് വേണ്ടി ഇദ്ദേഹത്തെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൂടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ സിനിമയിൽ നായകന്റെ അച്ഛനായി കാണിക്കുന്നത് 2002 വിഷ്ണുവർദ്ധൻ അവതരിപ്പിച്ച സിംഹാദ്ര സിംഹ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെയാണ്. എന്നാൽ ചില രംഗങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ കാണിക്കുകയും പുതിയ കഥയുമായി ബന്ധപ്പെടുത്താൻ ഇദ്ദേഹത്തെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇമേജിലൂടെ റീക്രിയേറ്റ് ചെയ്യുകയുമായിരുന്നു. മരണശേഷവും തങ്ങളുടെ സൂപ്പർ സ്റ്റാറിനെ പുതിയ രൂപത്തിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഹാപ്പിയാണ് ഇദ്ദേഹത്തിന്റെ ആരാധകർ. അടുത്തത് തമിഴ് നടൻ നാഗേഷാണ്. 1000-ലേറെ സിനിമകൾ അഭിനയിച്ച തമിഴിലെ ലെജൻഡറി ആക്ടറായിരുന്നു ഇദ്ദേഹം. കോമഡി വേഷങ്ങളായിരുന്നു ഇദ്ദേഹം അധികവും കൈകാര്യം ചെയ്തിരുന്നത്. മൗനം സമ്മതം, ശ്രീമാൻ ശ്രീമതി, കളരി തുടങ്ങി ഒരുപാട് മലയാള സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടിരുന്നു. ഇദ്ദേഹവും മരണപ്പെടുന്നത് 2009 മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 75 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖവും ഡയബറ്റീസുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണകാരണം. എന്നാൽ 2014 പുറത്തിറങ്ങിയ കൊച്ചടിയാൻ എന്ന രജനികാന്ത് ചിത്രത്തിലൂടെയാണ് നാഗേഷിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. മോഷൻ ക്യാപ്ചർ ടെക്നോളജി ഉപയോഗിച്ചുള്ള 3D ആനിമേഷൻ സിനിമയായിരുന്നു ഇത്. മോഷൻ ക്യാപ്ചർ ടെക്നോളജി വഴിയായിരുന്നു നാഗേഷിനെ ഈ സിനിമയിലൂടെ റീക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ മോഷൻ ക്യാപ്ചറിന് വേണ്ടി ഉപയോഗിക്കുകയും ഇദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരാളെ കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ 2009 മരണപ്പെട്ട ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ നമുക്ക് 2014 പുതിയ സിനിമയിൽ കാണാൻ സാധിച്ചു. അടുത്തത് ഹോളിവുഡ് നടനും മാർഷൽ ആർട്സ് ഐക്കണുമായ ബ്രൂസ് ലീയാണ്. ലോകമെമ്പാടും ആരാധകരെ നേടിയെടുത്ത ഈ നടൻ മരണപ്പെടുന്നത് 1973 മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം വെറും 32 വയസ്സ് മാത്രമായിരുന്നു. എന്നാൽ ബ്രൂസ് ലീയുടെ മരണത്തെപ്പറ്റി ഒരുപാട് റൂമറുകൾ അന്നത്തെ കാലത്ത് പരന്നിരുന്നു. ഇത് കൊലപാതകമാണെന്നും മറ്റു ചില കാരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയതെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഒരുപാട് പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലെത്തിയത് തലച്ചോറിലുണ്ടായ അണുബാധയും തലച്ചോറിലുണ്ടായ വീക്കവുമാണ് ഇദ്ദേഹത്തിന്റെ മരണകാരണമെന്നാണ്. ഇദ്ദേഹം മരണപ്പെട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞ് 1978 പുറത്തിറങ്ങിയ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയിലൂടെയാണ് ബ്രൂസ് ലീയെ വീണ്ടും പുനർജീവിപ്പിക്കുന്നത്. ബ്രൂസ് ലീയുടെ വലിയ സ്വപ്നമായിരുന്നു ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമ. ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഏതാനും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ആ സീനുകളൊക്കെ നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് ബ്രൂസ് ലീയുടെ ചില ഫൂട്ടേജുകൾ ഉപയോഗിച്ചും സ്ക്രിപ്റ്റിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും ക്യാമറ ട്രിക്ക് ഉപയോഗിച്ചും ബോഡി ഡബിളിനെ ഉപയോഗിച്ചുമൊക്കെയായിരുന്നു ഈ സിനിമ പൂർത്തിയാക്കിയിരുന്നത്. ചില രംഗങ്ങളിൽ ബോഡി ഡബിളിന് ബ്രൂസ് ലീയുടെ തല വെട്ടിയൊട്ടിച്ചൊക്കെയായിരുന്നു സിനിമ പൂർത്തിയാക്കിയിരുന്നത്. 1978 കാലഘട്ടങ്ങളിലായിരുന്നു ഈ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചതെന്ന് ഓർക്കണം. അതുകൂടാതെ 2014 പുറത്തിറങ്ങിയ ജോണി വാക്കർ വിസ്കിയുടെ പരസ്യത്തിലും ബ്രൂസ് ലീയെ CGIയുടെ സഹായത്തോടെ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മരണപ്പെട്ട ഒരു താരത്തെ വീണ്ടും കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകളുടെ സഹായത്തോടെ വീണ്ടും സിനിമയിൽ ജീവിപ്പിക്കുന്നത്. അത് ബ്രൂസ് ലീയുടെ ഗെയിം ഓഫ് ഡെത്തിലൂടെയായിരുന്നു.
അടുത്തത് നമ്മുടെ മലയാളത്തിൻ്റെ ലെജൻഡറി ആക്ടർ നെടുമുടി വേണുവാണ്. 1972 മുതൽ 2021 വരെ 500-ലേറെ സിനിമകളിലാണ് ഇദ്ദേഹം വേഷമിട്ടിരിക്കുന്നത്. നമ്മുടെ വേണുവേട്ടൻ മരണപ്പെടുന്നത് 2021-ലാണ്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 71 വയസ്സായിരുന്നു. ലിവർ സംബന്ധമായ അസുഖവും കോവിഡ് വൈറസ് ബാധയുമൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണകാരണം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സിനിമയിൽ പുനർജീവിപ്പിച്ചത് 2024 ശങ്കറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഇന്ത്യൻ 2 ആയിരുന്നു. ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഇന്ത്യൻ 2 ഏതാനും ചില രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇദ്ദേഹം അഭിനയിക്കാത്ത രംഗങ്ങളിൽ ബോഡി ഡബിളിനെ വെച്ച് പൂർത്തീകരിക്കുകയും AI വിദ്യയിലൂടെ ഇദ്ദേഹത്തിൻ്റെ മുഖം കൊണ്ടുവരികയുമായിരുന്നു. ഈ സിനിമയിൽ നെടുമുടി വേണുചേട്ടൻ്റെ ബോഡി ഡബിളായി അഭിനയിച്ചിരുന്നത് നമ്മുടെ മലയാള സിനിമകളിൽ നിത്യം വഴിപോക്കൻ വേഷങ്ങളിൽ എത്തിയ നന്ദു പൊതുവാളായിരുന്നു. ഈ സിനിമയിൽ ഇദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നൽകിയിരുന്നത് മറ്റൊരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുനർജീവിപ്പിച്ചതാണെങ്കിലും ഈ കഥാപാത്രം കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കണ്ടവരുണ്ട്. അടുത്തത് ഹോളിവുഡിലെ സൂപ്പർ താരം പോൾ വാക്കറാണ്. ഒരുപാട് ആരാധകരുള്ള ഇദ്ദേഹം 2013-ലാണ് മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം വെറും 40 വയസ്സ് മാത്രമായിരുന്നു. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടതായിരുന്നു മരണകാരണമായത്. എന്നാൽ 2015 പുറത്തിറങ്ങിയ ഫ്യൂരിയസ് 7 ഇദ്ദേഹത്തിന് CGI സാങ്കേതിക വിദ്യയിലൂടെ പുനർജീവൻ നൽകുന്നത്. എന്നാൽ ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത്. എന്നാൽ സംവിധായകൻ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇദ്ദേഹത്തിൻ്റെ 2 സഹോദരങ്ങളെ ബോഡി ഡബിളായി ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ മുഖം സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ സിനിമ പൂർത്തിയാക്കിയിരുന്നത്. അടുത്തത് തമിഴിലെ സൂപ്പർ കോമഡി താരം വിവേകാണ്. ഇദ്ദേഹം മരിക്കുന്നത് 2021-ലാണ്. മരണപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 59 വയസ്സ് മാത്രമായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണകാരണം. എന്നാൽ ഇദ്ദേഹത്തെയും നമ്മുടെ നെടുമുടി വേണുചേട്ടനെ പോലെ ശങ്കറിൻ്റെ ഇന്ത്യൻ 2 CGI AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുനർജീവൻ നൽകിയിരുന്നു. ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് ഏതാനും ചില രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നെങ്കിലും സിനിമ പൂർത്തിയാക്കുന്നതിന് മുൻപായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത്. എന്നാൽ ഇദ്ദേഹം അഭിനയിച്ച് പൂർത്തിയാക്കാത്ത രംഗങ്ങളിൽ ബോഡി ഡബിളിനെ ഉപയോഗിച്ച് മുഖം റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. കോവൈ ബാബു എന്ന നടനാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡി ഡബിളായി ഈ സിനിമയിൽ അഭിനയിച്ചത്. അടുത്തത് തമിഴ് താരം മനോബാലയാണ്. 2023-ലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 69 വയസ്സായിരുന്നു. ലിവർ സംബന്ധമായ അസുഖമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണകാരണം. എന്നാൽ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ 2 ഇദ്ദേഹത്തെയും AI CGI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. ഇദ്ദേഹത്തിനും സിനിമ പൂർത്തിയാക്കാൻ പറ്റിയില്ല. നടൻ വിവേകിൻ്റെയും മനു ബാലയുടെയും ഒക്കെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ഡബ്ബ് ചെയ്തിരുന്നത്. ഇത്രയും സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു താരങ്ങളും സിനിമകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.